ചൂട് കൂടുകയാണ്. പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് 10 മണിക്ക് ശേഷം പൊള്ളുന്ന ചൂടാണ്. വേനൽ ചൂട് കടുക്കുന്നു. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ടയിലുണ്ട്, എറണാകുളത്തുണ്ട്, തൃശ്ശൂരും മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സുനിഷ അയ്യല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, ചൂട് കടുക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ചൂടിനോടൊപ്പം അന്തരീക്ഷത്തിലെ താപനിലയും പ്രവർത്തകരെ വെള്ളം കുടിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് ചെറിയ വേനൽ മഴയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയൊക്കെയോ ഒന്ന് ചാറിപ്പോയി എന്നതിനും അപ്പുറത്തേക്ക് വലിയ വേനൽ മഴയൊന്നും വന്നതുമില്ല. എന്താ പ്രതീക്ഷിക്കേണ്ടത് സുനിഷ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ചൂട് കൂടുകയാണ്. ഒരു വശത്തെ തെരഞ്ഞെടുപ്പ് ചൂടാണെങ്കിൽ മറ്റൊരു വശത്തെ കാലാവസ്ഥാ ചൂടും കൂടും എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. നിലവിൽ ഇപ്പോൾ 11 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. വയനാട്, ഇടുക്കി, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഉയർന്ന താപ മുന്നറിയിപ്പ് തന്നെയാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. പ്രധാനമായും കൊല്ലത്തും കോട്ടയത്തും ഒപ്പം തന്നെ പാലക്കാട് 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യത പറയുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി പറയുന്നുണ്ട്. പറഞ്ഞതുപോലെ വേനൽ മഴയൊന്നും കാര്യമായി സംസ്ഥാനത്ത് ഒരു ഭാഗത്തും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ ചില ഇടങ്ങളിൽ ഈ ചെറിയ രീതിയിൽ, അതായത് ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തെക്കൻ കേരളത്തിൽ ചില ഭാഗങ്ങളിൽ മഴ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പായി ലഭിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ ആ മഴയ്ക്ക് കഴിയുമോ എന്നുള്ളത് അറിയില്ല. അത്രയധികം വേനൽ മഴ ഏതായാലും ലഭിച്ചിട്ടില്ല. പക്ഷേ നിലവിലിപ്പോൾ മുന്നറിയിപ്പുണ്ട്. കൃത്യമായി തന്നെ രാവിലെ 10 മണിക്ക് ശേഷമൊക്കെ പുറത്തു പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പാണ്. പ്രധാനമായും തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് പ്രചരണ രംഗത്തൊക്കെ സ്ഥാനാർത്ഥികളും അണികളും ഒക്കെ സജീവമായി തന്നെ ഇറങ്ങുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഈ ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം നൽകുന്നത്. ഈ സൂര്യതാപത്തിനും ഈ സൂര്യാഘാതം ഏൽക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മുൻകരുതൽ ഒരു ഭാഗത്ത് എടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ വെള്ളം കുടിക്കുന്നതും ഈ അഴിഞ്ഞ വസ്ത്രം ധരിക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. പിന്നെ നേരത്തെ തന്നെ ഈ തൊഴിലാളികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അത് മെയ് 22 വരെ ആ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാവിലെയുള്ള ഈ ജോലികൾ 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ കൊള്ളുന്നത് ഏതായാലും കുറക്കണം എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ ഒരു ഭാഗത്ത് ജോലിയും തൊഴിലാളികളൊക്കെ തന്നെയും ആ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ തൊഴിലെടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏതായാലും ചൂട് കൂടുകയാണ്. അതിനനുസരിച്ചുള്ള ജാഗ്രതകൾ, മുൻകരുതലുകൾ എടുക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർ പറയുന്നത് ഈ ചൂടിനെ തടുക്കാനുള്ള തണുപ്പ് കാര്യമായി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും മല്ലയ്യ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. തണുപ്പ് വരാൻ സാധ്യത കുറവാണ്. വേനൽ മഴ വന്നേക്കാം. കാത്തിരിക്കൂ.